ഭയത്തിന്റെയും ഭക്തിയുടെയും നിഗൂഢതയുടെയും ഒരു നേർത്ത നൂൽപാലത്തിലൂടെയാണ് മൂലമെന്ന നക്ഷത്രത്തെ ജ്യോതിഷലോകം നോക്കിക്കാണുന്നത്. മലയാളിയുടെ മനസ്സിൽ മൂലം നക്ഷത്രമെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് മൂലം കുലം മുടിക്കുമെന്ന അന്ധവിശ്വാസം കലർന്ന പഴഞ്ചൊല്ലാണ്. ഒരു പെൺകുട്ടി ഈ നക്ഷത്രത്തിൽ ജനിച്ചുവെന്ന് കേട്ടാൽ ആ കുടുംബത്തിന്റെ ഐശ്വര്യം നശിക്കുമെന്നും അവൾ വിവാഹം കഴിച്ചു ചെല്ലുന്ന വീട് തകരുമെന്നുമുള്ള തെറ്റായ ധാരണകൾ തലമുറകളായി ഇവിടെ നിലനിൽക്കുന്നു. എന്നാൽ ഇതിന്റെ സത്യം എന്താണ്? ഈ നക്ഷത്രം ശരിക്കും വിനാശകാരിയാണോ, അതോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഏറ്റവും കരുത്തുറ്റ ഊർജ്ജ സ്രോതസ്സാണോ? ആകാശഗംഗയുടെ ഹൃദയഭാഗം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അവിടെയാണ് മൂലം നക്ഷത്രത്തിന്റെ സ്ഥാനമെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. അതായത് നമ്മൾ വസിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദുവിൽ നിന്നുള്ള ഊർജ്ജമാണ് മൂലം നക്ഷത്രക്കാരെ നയിക്കുന്നത്. മൂലം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേരെന്നാണ്. ഒരു വൃക്ഷത്തെ താങ്ങി നിർത്തുന്നത് അതിന്റെ ഇലകളോ പൂക്കളോ അല്ല, മണ്ണിൽ ആഴത്തിലാണ്ടുപോയ വേരുകളാണ്. ആരും കാണാത്ത ഇരുട്ടിൽ മറഞ്ഞു കിടക്കുന്ന എന്നാൽ സർവ്വതിനെയും താങ്ങി നിർത്തുന്ന ആ വേരുകളെ പോലെയാണ് ഈ നക്ഷത്രക്കാർ. ഉപരിപ്ലവമായ കാഴ്ചകൾക്കപ്പുറം ഏതൊരു കാര്യത്തിന്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അവരുടെ കഴിവ് അത്ഭുതകരമാണ്. എന്തുകൊണ്ടാണ് മൂലം നക്ഷത്രം മറ്റുള്ളവരിൽ നിന്ന് ഇത്രയേറെ വ്യത്യസ്തമാകുന്നത്? മിക്ക നക്ഷത്രക്കാർക്കും അനുഗ്രഹദായകമായ ദേവതകൾ ഉള്ളപ്പോൾ മൂലത്തിന്റെ ദേവത നിര്യതി എന്ന സംഹാരമൂർത്തിയാണ്. സംഹാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നാം ഭയപ്പെടുന്നു. എന്നാൽ പഴയത് നശിച്ചാൽ മാത്രമേ പുതിയത് ജനിക്കൂ എന്ന പ്രകൃതി നിയമത്തിന്റെ വക്താക്കളാണ് ഇവർ. ഒരു തകർച്ചയിൽ നിന്ന് പുതിയൊരു സാമ്രാജ്യം പടുത്തുയർത്താൻ ഇവർക്ക് കഴിയുന്നത് അതുകൊണ്ടാണ്. ഒരു വശത്ത് ധനുരാശിയുടെ അധിപനായ വ്യാഴത്തിന്റെ വിവേകവും മറുവശത്ത് നക്ഷത്രാധിപനായ കേതുവിന്റെ ആത്മീയ ജ്ഞാനവും ചേരുമ്പോൾ മൂലം നക്ഷത്രക്കാർ ലോകത്തിന് വഴികാട്ടികളായ ഋഷികളോ അല്ലെങ്കിൽ വ്യവസ്ഥിതികളെ തകർക്കുന്ന വിപ്ലവകാരികളോ ആയി മാറുന്നു. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, ലോകത്തെ മാറ്റിമറിച്ച പല വ്യക്തിത്വങ്ങളും ഈ നക്ഷത്രത്തിന്റെ സ്വാധീനത്തിൽ ജനിച്ചവരാണെന്ന്. എന്നിട്ടും എന്തുകൊണ്ട് ഈ നക്ഷത്രക്കാർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു? എന്താണ് ഇവർ മറ്റുള്ളവരോട് പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങൾ? ഇവരുടെ കണ്ണുകളിൽ കാണുന്ന ആ നിഗൂഢമായ തിളക്കത്തിന്റെ അർത്ഥമെന്താണ്? കുടുംബത്തിനും സമൂഹത്തിനും ഇവർ നൽകുന്ന ഗുണവശങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്തുന്നത് വെറുമൊരു ജ്യോതിഷ യാത്രമല്ല, മറിച്ച് മൂലം നക്ഷത്രക്കാരുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. കാണാപ്പുറങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ ആരും പറയാത്ത സത്യങ്ങളും ഈ നക്ഷത്രത്തിന്റെ യഥാർത്ഥ ശക്തിയും നമുക്ക് കണ്ടെത്താം. വിനാശത്തിന്റെ വിത്ത് പാകുന്നവരല്ല ഇവർ, മറിച്ച് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാൻ നിയോഗിക്കപ്പെട്ട ശില്പികളാണ്. ആ ശില്പികളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ നമുക്ക് മൂലം നക്ഷത്രത്തിന്റെ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. മൂലം എന്ന വാക്കിന്റെ അർത്ഥം വേരെന്നാണ്. ഒരു വൃക്ഷത്തിന്റെ എല്ലാ ശക്തിയും ആധാരവും അതിന്റെ വേരുകളിലാണ്. പുറമേക്ക് കാണുന്ന ശാഖകളെക്കാളും ഇലകളെക്കാളും ഉപരിയായി മണ്ണിൽ ആഴത്തിൽ ആണ്ടുപോയ വേരുകളാണ് ജീവന്റെ നിലനിൽപ്പ്. ഇത് മൂലം നക്ഷത്രക്കാരുടെ അടിസ്ഥാന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇവർ ഉപരിപ്ലവമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല. ഏതൊരു കാര്യത്തിന്റെയും ആഴങ്ങളിലേക്ക് പോകാനും അതിന്റെ മൂലകാരണം കണ്ടെത്താനും ഇവർ ശ്രമിക്കുന്നു. മൂലം നക്ഷത്രത്തിന്റെ ചിഹ്നം കെട്ടിവെച്ച വേരുകൾ അല്ലെങ്കിൽ സിംഹത്തിന്റെ വാലാണ്. വേരുകൾ കെട്ടിവെച്ചിരിക്കുന്നത് നിയന്ത്രിക്കപ്പെട്ട ശക്തിയെയും സിംഹത്തിന്റെ വാലാധിപത്യത്തെയും അഭിമാനത്തെയും സൂചിപ്പിക്കുന്നു. മൂലം നക്ഷത്രക്കാർ ധനുരാശിയിൽ വരുന്നവരാണ്. ഇവരുടെ നക്ഷത്രാധിപൻ കേതുവും രാശിയാധിപൻ വ്യാഴവുമാണ്. കേതുവിന്റെ ജ്ഞാനവും വ്യാഴത്തിന്റെ വിവേകവും ചേർന്ന് അപൂർവ സംഗമമാണിത്. ഇവർ ജന്മന അന്വേഷികളാണ്. ശാസ്ത്രമായാലും ആത്മീയതയിലായാലും അതിന്റെ അങ്ങേയറ്റം വരെ ഇവർ പോകും. ഗവേഷകർ, ശാസ്ത്രജ്ഞർ, കുറ്റാന്വേഷകർ എന്നിവരിൽ മൂലം നക്ഷത്രക്കാരെ ധാരാളമായി കാണാം. താൻ പിടിച്ച മുയലിന് കൊമ്പുമൂലെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമെങ്കിലും ആത്യന്തികമായി സ്വന്തം മനസാക്ഷി പറയുന്നത് മാത്രമേ ഇവർ പ്രവർത്തിക്കൂ. മൂലം നക്ഷത്രക്കാർ സംസാരിക്കാൻ മിടുക്കരാണ്. എന്നാൽ ചിലപ്പോൾ ഇവരുടെ വാക്കുകൾ പരുഷമായി അനുഭവപ്പെടാം. സത്യം മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവം ഇവർക്ക് ശത്രുക്കളെ സമ്പാദിച്ചു കൊടുക്കാറുണ്ട്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും തളരാത്ത മനക്കരുത്ത് ഇവരുടെ പ്രത്യേകതയാണ്. പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് കൂടുതൽ കരുത്തോടെ ഇവർ തിരിച്ചു വരും. മൂലം നക്ഷത്രക്കാർ ഒരു ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും അവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ഇവർ വ്യവസ്ഥിതിക്കെതിരെ പോരാടുന്നവരാണ്. തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ രാജാവായാലും വെല്ലുവിളിക്കാൻ ഇവർക്ക് മടിയില്ല. പ്രത്യേകമായ ഒരു ഊർജ്ജ വലയം ഇവർക്ക് ചുറ്റുമുണ്ടാകും. ഇവരുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അവഗണിക്കാനാവില്ല. പരുഷമായി സംസാരിക്കുമെങ്കിലും ഉള്ളിൽ കരുണയുള്ളവരാണ്. ആരെങ്കിലും ബുദ്ധിമുട്ടുന്നത് കണ്ടാൽ സ്വന്തം കാര്യം നോക്കാതെ ഇവർ സഹായിക്കാൻ ഓടിയെത്തും. മൂലം കുലം മുടിക്കുമെന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഒരു ചൊല്ലാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടി വിവാഹം കഴിച്ചു ചെല്ലുന്ന വീട് നശിപ്പിക്കുമെന്ന ഭയം ഇന്നും പലർക്കുമുണ്ട്. എന്നാൽ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ ശരിയായി പരിശോധിച്ചാൽ ഈ വാദത്തിന് വലിയ അടിസ്ഥാനമില്ലെന്ന് കാണാം. ജ്യോതിശാസ്ത്രമായി നോക്കിയാൽ നമ്മുടെ ആകാശഗംഗയുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ധനുരാശിയിലെ ഈ മൂലനക്ഷത്ര മേഖലയിലാണ്. അതായത്
പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഊർജവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. മൂലം നക്ഷത്രക്കാർക്ക് അമാനുഷികമായ ഉൾക്കാഴ്ച ലഭിക്കുന്നത് ഈ പ്രപഞ്ച കേന്ദ്രവുമായുള്ള ബന്ധം കൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവർ പലപ്പോഴും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നായിരിക്കും ഉയർച്ചയിലേക്ക് വരുന്നത്. പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പുറമെ വലിയ സൗഹൃദ വലയമുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇവർ വലിയ ഏകാന്തത അനുഭവിക്കുന്നവരായിരിക്കും. ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നിഗൂഢത ഇവർക്കുണ്ടാകും. മൂലം നക്ഷത്രക്കാർ മറ്റൊരാളെ ദ്രോഹിച്ചാൽ അതിനുള്ള ശിക്ഷ ഇവർക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ ഇവർ ആത്മാർത്ഥമായി ആരെയെങ്കിലും അനുഗ്രഹിച്ചാൽ അത് ബലിക്കുകയും ചെയ്യും. കപടതയില്ലാത്ത ജീവിതമാണ് ഇവരുടെ ലക്ഷ്യം. പ്രതിസന്ധികളിൽ മുന്നിൽ നിന്ന് നയിക്കാൻ ഇവർക്ക് കഴിയും. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ആത്മീയമായ അറിവുകൾക്ക് ഇവർ പ്രാധാന്യം നൽകുന്നു. എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റം ഇവരിൽ കാണാം. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഇവരുടെ വലിയ ബലഹീനതയാണ്. താൻ പറയുന്നതാണ് ശരിയെന്ന് തോന്നൽ മറ്റുള്ളവരിൽ അതൃപ്തിയുണ്ടാക്കിയേക്കാം. ചെറിയ കാര്യങ്ങളെ പോലും കീറിമുറിച്ച് പരിശോധിച്ച് ഇവർ സ്വയം സമ്മർദ്ദത്തിലാകും. ചിലപ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റുന്നത് ഇവരുടെ പുരോഗതിയെ ബാധിക്കാം. ഗവേഷണം, അധ്യാപനം, നിയമം, രാഷ്ട്രീയം, കുറ്റാന്വേഷണം, മരുന്നുകളുടെ നിർമ്മാണം, ജ്യോതിഷം എന്നിവയിൽ ഇവർ ശോഭിക്കും. പണത്തിനോട് ഇവർക്ക് അമിതമായ ആർത്തി ഉണ്ടാകില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാനുള്ള പണം ഇവരെ തേടിയെത്തും. പാരമ്പര്യമായി കിട്ടുന്ന സ്വത്തിനേക്കാൾ സ്വന്തം പ്രയത്നത്തിലൂടെ നേടുന്ന സമ്പത്തായിരിക്കും ഇവർക്ക് നിലനിൽക്കുക. വിഘ്നങ്ങൾ നീക്കാൻ ഗണപതി ഹോമവും ആരാധനയും ഉത്തമമാണ്. കാരണം ഗണപതി എല്ലാ വിദ്യകളുടെയും അധിപനാണ്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളെയും അമ്മയെയും ആദരിക്കുന്നത് ഇവരുടെ ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. കഴിയുന്നത്ര അന്നദാനം നടത്തുന്നത് രാഹുകേതു ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മൂലം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഗണ്ഡാന്ത ദോഷമുണ്ടെങ്കിൽ ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ശാന്തി ഹോമങ്ങളും മറ്റു പരിഹാര ക്രിയകളും നടത്തുക. ഇത് ദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. ഒരു വ്യക്തിയുടെ ജീവിതം ഒരു നക്ഷത്രത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നില്ല. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ നല്ലതും ചീത്തയുമായ ബലങ്ങളുണ്ട്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അന്വേഷണ തൃഷ്ണ, സത്യസന്ധത, ധൈര്യം, ആത്മീയത, നേതൃത്വ ഗുണം തുടങ്ങി നിരവധി നല്ല ഗുണങ്ങളുണ്ട്. അതേസമയം സ്ഥിരതയില്ലായ്മ, ക്ഷമയില്ലായ്മ, ഒറ്റപ്പെടൽ, അമിത കോപം തുടങ്ങിയ ചില വെല്ലുവിളികളും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. ഈ വെല്ലുവിളികളെ മനസ്സിലാക്കി ശരിയായ ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും കുടുംബത്തിന് അഭിമാനമായി മാറാനും സാധിക്കും. ഇത്തരം അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞ് ശാസ്ത്രീയമായ ജ്യോതിഷത്തെ സമീപിക്കുകയും ശരിയായ മാർഗനിർദ്ദേശം തേടുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂലം നക്ഷത്രമെന്നത് വിനാശത്തിന്റെ പ്രതീകമല്ല, മറിച്ച് വിവേകപൂർണമായ വിപ്ലവത്തിന്റെ പ്രതീകമാണ്. ചീഞ്ഞൊഴുകിയ പഴയ വേരുകളെ പിഴുതെറിഞ്ഞ് പുതിയ മുകുളങ്ങൾ വിരിയിക്കാൻ ശേഷിയുള്ളവരാണിവർ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ തങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ പോസിറ്റീവായ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചാൽ അവർക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഭയപ്പെടേണ്ട ഒന്നല്ല മൂലം, മറിച്ച് ആദരിക്കപ്പെടേണ്ട അറിവിന്റെയും കരുത്തിന്റെയും സ്രോതസ്സാണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, മാറ്റങ്ങൾ കൊണ്ടുവന്ന പല മഹാരഥന്മാരും മൂലം നക്ഷത്രത്തിന്റെ തേജസ്സിൽ ജനിച്ചവരായിരുന്നു എന്ന്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ ദൂരെ കളഞ്ഞ് മൂലത്തിന്റെ പോസിറ്റീവ് വശങ്ങളെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്.